നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും തിങ്കളാഴ്ച മുതൽ KSRTC ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര. തീരുമാനം സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ. സാമ്പത്തിക ബാധ്യത സർക്കാർ നികത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സൗജന്യ യാത്രാ പദ്ധതിയുടെ പേര് പ്രിയദർശിനി. പശ്ചിമേഷ്യ കലുഷിതം, US-നെതിരെ തിരിച്ചടിച്ച് ഇറാൻ. ജോർദാനിലെയും ബഹ്റിനിലെയും US സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം. കുവൈറ്റിൽ ജാഗ്രതാ നിർദ്ദേശം. തിരിച്ചടി US ആക്രമണത്തിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും പാകിസ്ഥാന്റെ വ്യോമാക്രമണം. കുട്ടികൾ ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടതായി താലിബാൻ. തിരുവനന്തപുരത്തെ BJP കൗൺസിലർ സുഗതന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ മേയർ VV രാജേഷ്. ക്രിമിനലായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാൻ നീക്കുമെന്നും ആരോപണം. വെടിവെച്ചത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. പോലീസുകാരെ അഭിനന്ദിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗുണ്ടകളുടെ പർദീസയായി കേരളത്തെ മാറ്റില്ലെന്നും ആഭ്യന്തരമന്ത്രി. സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവനിന്ന് കുറഞ്ഞത് 3160 രൂപ. ഒരു പവൻ സ്വർണത്തിന്റെ വില 1,09,160 രൂപ. നടി അൻസിബാൽ ലക്ഷ്മിപ്രിയയ്ക്കും വനിതാ SIക്കും എതിരെ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ്. തൃപ്പൂണിത്തുറ വനിതാ സെൽ SI രേഷ്മ മോശമായി പെരുമാറിയിട്ടില്ലെന്ന് കമ്മീഷണർക്ക് തൃക്കാക്കര ACPയുടെ റിപ്പോർട്ട്. കോടതിയെ സമീപിക്കുമെന്ന് അൻസിബ. തനിക്കെതിരായ പരാതിയിൽ അജണ്ടയുണ്ടെന്നും 10 കോടി രൂപ ആവശ്യപ്പെട്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും ലക്ഷ്മിപ്രിയ. ഫുട്ബോൾ ലോകകപ്പിന് നാളെ കിക്ക് ഓഫ്. ആദ്യ മത്സരം ദക്ഷിണാഫ്രിക്കയും മെക്സിക്കോയും തമ്മിൽ. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30 മുതൽ. ഉദ്ഘാടനം ഗംഭീരമാക്കാൻ പോപ്പ് താരം ഷക്കീറ ഉൾപ്പെടെയുള്ള വൻ താരനിര. ജൂൺ 15 മുതൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കും. ഇതുമൂലം പ്രതിമാസം 65 മുതൽ 70 കോടി രൂപ വരെയും വർഷം 750 മുതൽ 800 കോടി രൂപ വരെയും സാമ്പത്തിക ബാധ്യത വരും. അത് സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വരുന്ന 6 മാസത്തിനകം വരുമാനം വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് KSRTCയോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KSRTCയുടെ വരുമാനം വർദ്ധിപ്പിച്ച് 2ാം ഘട്ടം ആലോചിക്കും. പുതിയ സംവിധാനം പഠിച്ച് എല്ലാ മാസവും വിലയിരുത്തും. മലബാർ മേഖലയിലെ ഓർഡിനറി സർവീസുകളുടെ കുറവ് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15-ാം തീയതി മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിലെ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിൻ്റെ വരുമാനക്കുറവ് വരും. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രജിത്ത് ചേരുന്നു. രജിത്ത്, മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട വിഷയം KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? രാജേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം അതുതന്നെയാണ്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനമാണ്. അത് ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണ്. ആ പ്രഖ്യാപനം നടപ്പാക്കുന്നു എന്നത് തന്നെയാണ്. 65 മുതൽ 70 കോടി രൂപയുടെ നഷ്ടമാണ്
സർക്കാരിന് പ്രതിമാസം ഇതിൽ ഉണ്ടാവുക. ആ നഷ്ടം വരുന്ന തുക സർക്കാർ നികത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. യാതൊരു ഭേദമില്ലാതെ തന്നെ ഈ പദ്ധതി നടപ്പാക്കാൻ തന്നെയാണ് സാമ്പത്തിക കാര്യങ്ങളോ ഒന്നും തന്നെ പരിഗണിക്കാതെ ഈ പദ്ധതി സ്ത്രീകൾക്കായി നടപ്പാക്കുന്നു എന്നാണ്. ഈ പദ്ധതിക്ക് പ്രിയദർശിനി പദ്ധതി എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. വർഷത്തിൽ 750 മുതൽ 800 കോടി രൂപ വരെയുള്ള സാമ്പത്തിക നഷ്ടമാണ് കണക്കാക്കുന്നത്. അത് സർക്കാർ തന്നെ നൽകുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ KSRTCക്ക് ശമ്പള ഇനത്തിൽ ഉൾപ്പെടെ 1300 കോടിയോളം നൽകുന്നുണ്ട്. അത് കൂടാതെയാണ് ഈ 750 മുതൽ 800 കോടി രൂപ വീതം വർഷത്തിൽ നൽകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ 6 മാസം കൊണ്ട് ആ മാസത്തിനുള്ളിൽ KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ KSRTCക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുമാനം വർദ്ധിക്കുന്ന പ്രകാരം മറ്റു പദ്ധതികൾ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ എല്ലാ മാസവും ഇക്കാര്യത്തിലൊരു റിവ്യൂ നടക്കും. ആ റിവ്യൂ നടത്തിയതിന് ശേഷം ഇക്കാര്യം ഏത് രീതിയിൽ നടത്തണം എന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ പുനഃപരിശോധിക്കേണ്ടതുണ്ടോ എന്ന കാര്യം അന്നേരം തീരുമാനിക്കും എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ ചോദ്യങ്ങൾക്കുൾപ്പെടെ മറ്റ് രാഷ്ട്രീയ സമകാലീന വിഷയങ്ങളടക്കം മുഖ്യമന്ത്രി പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ്മാരുടെ കേസ് ഗവൺമെന്റ്മാരെ മർദ്ദിച്ച യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടിയ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ CPM മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോഴും ആരോപണവുമായി രംഗത്തേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചപ്പോൾ CPMനെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ അവരെ തോറ്റു എന്ന് ബോധ്യപ്പെടുത്താൻ വളരെ പ്രയാസമാണ് എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെയാണ് BJPയും UDFും ചേർന്നാണ് CPMനെ പരാജയപ്പെടുത്തിയതെന്ന ആരോപണത്തിനും കൃത്യമായ മറുപടി അദ്ദേഹം നൽകി. കാരണം CPMനെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ സീറ്റുകളാണ് BJPക്ക് കൊണ്ട് താളത്തിൽ വെച്ചു നൽകിയത് എന്നാണ് അദ്ദേഹം അതിന് മറുപടിയായി കൃത്യമായി പറഞ്ഞത്. ഒപ്പം തന്നെ IAS ഉദ്യോഗസ്ഥരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ നിയമനത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിക്കൊണ്ടല്ല നിയമനം നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കാരണം IAS ഉദ്യോഗസ്ഥരുടെ കുറവ് വളരെ കൂടുതലായി സംസ്ഥാനത്തുണ്ട്. അത് പരിഹരിക്കുക അല്ലെങ്കിൽ അത് നികത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അത്തരം നിയമനങ്ങളിൽ രാഷ്ട്രീയം നോക്കാറില്ല എന്ന് രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ ഗവർണർ MG യൂണിവേഴ്സിറ്റിയിലടക്കം കൂടുതൽ പേരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊരു പുതിയ കാര്യമല്ല, മുൻ സർക്കാരിൻ്റെ കാലത്താണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തിയത് എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അങ്ങനെ വിവിധ പദ്ധതികൾ PM ശ്രീ പദ്ധതി, ഒപ്പം ലേബർ കോഡ്, PMAY പദ്ധതികൾ, അങ്ങനെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ വിശദീകരണം അത് സർക്കാർ പരിശോധിച്ചു വരികയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ വിവിധ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി പറഞ്ഞത് മെട്രോ റെയിൽ, ആ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീധരൻ നൽകിയ റിപ്പോർട്ടിൽ താൻ വാങ്ങിവെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് പഠിക്കുന്നതിന് പ്രത്യേക കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ആ കമ്മിറ്റി 3 ആഴ്ചക്കകം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അത് പഠിച്ച് ഏതു രീതിയിൽ നടപ്പാക്കണം എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കും എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അങ്ങനെ രാഷ്ട്രീയമായി സമകാലീനമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം സമാപിച്ചത്. രജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വധശ്രമ കേസിൽ അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷൻ വാഴൂട്ടുകോണം കൗൺസിലർ സുഗതനെ കാപ്പ ചുമത്തി ജില്ലാ ജയിലിലേക്ക് മാറ്റി. രാത്രിയിൽ സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ പോലീസ് വെടി ഉതിർത്തത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് പറഞ്ഞു. കുടുംബാംഗങ്ങളെ പോലീസ് മർദ്ദിച്ചെന്ന ആരോപണം പരിശോധിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ സുഗതനെ വട്ടിയൂർക്കാവ് പോലീസ് വീട് വളഞ്ഞാണ് പിടികൂടിയത്. ക്ഷേത്ര ഉത്സവത്തിനിടെ നടന്ന സംഘർഷത്തിലാണ് സുഗതനെതിരെ വധശ്രമത്തിന് കേസെടുത്തത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലെത്താൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സ്റ്റേഷനിലെത്താത്ത സാഹചര്യത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 ദിവസം കൂടെ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവരെന്റെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തു. എന്റെ വീട്ടിൽ നിന്ന് വെടിവെച്ചു. എന്റെ കൊച്ചിനെ മയനായിട്ട് കൊച്ചിനെ അടിക്കുകയും ചെയ്തു, എന്റെ ഭാര്യ അടിക്കുകയും ചെയ്തു.
സുഗതനെ പിടികൂടുന്നതിനിടെ അനുയായികൾ പോലീസിനെ വളഞ്ഞു. ഇതേ തുടർന്ന് SHO വിപിൻ ആകാശത്തേക്ക് വെടിയുതിർത്തു. അറസ്റ്റിനിടെ നടന്ന സംഘർഷത്തിൽ CI വിപിനും SI അഭിജിത്തിനും പരിക്കേറ്റു. ഇതോടെ പോലീസിനെ ആക്രമിച്ച കേസിലും സുഗതന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സുഗതൻ 1-ാം പ്രതിയും സഹോദരൻ സന്ദീപ് 2-ാം പ്രതിയുമാണ്. സുഗതനെതിരെ കാപ്പയും ചുമത്തിയിട്ടുണ്ട്. അതേസമയം അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് തന്നെ മർദ്ദിച്ചതായി സുഗതന്റെ ഭാര്യ ആരോപിച്ചു. കുഞ്ഞിനെ പിടിച്ചു തള്ളിയതായും അവർ പറഞ്ഞു. സുഗതന്റെ അറസ്റ്റ് സമയത്ത് ക്രമസമാധാനം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് CI വെടിയുതിർത്തതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മർദ്ദനമേറ്റതായുള്ള സുഗതന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും K. കാർത്തിക് പറഞ്ഞു. പ്രതിയെ പിടിക്കാൻ പോയ സമയത്തിൽ അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നതാണ് പ്രതിയെ പിടിക്കാൻ പോയ സ്ഥലത്തിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വട്ടിയൂർക്കാവ് ഇൻസ്പെക്ടർ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് എയറിൽ ഒരു റൗണ്ട് ഫയർ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. സ്റ്റേഷനിലെത്തിച്ച സുഗതനെ പിന്നീട് പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം കൗൺസിലർ സുഗതന് രാഷ്ട്രീയ നിയമ പിന്തുണ നൽകുമെന്ന് മേയർ VV രാജേഷ്. ക്രിമിനലായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പ്രശ്നങ്ങൾക്ക് കാരണം. 14-കാരനായ മകന് നേരെ പോലീസ് തോക്കു ചൂണ്ടി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാൻ നീക്കമാണെന്നും VV രാജേഷ് ആരോപിച്ചു. വാഴോട്ടുവണം കൗൺസിലർ സുഗതന്റെ വീട്ടിൽ കയറി വെടിവെച്ച കാര്യത്തിലും അദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയ കാര്യത്തിലും ശക്തമായ അന്വേഷണം നടത്തണം. ഇന്ന് മാധ്യമങ്ങളിലൊക്കെ പോലീസ് പറയുന്ന അവിടെ 150ഓളം അനുയായികൾ ഉണ്ടായിരുന്നെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു നിമിഷം ഒരു പോലീസ് ഓടി വന്ന് ചിക്കൻ ബോക്സ് പിടിച്ചു കിടക്കുന്ന ഒരാളിനെ ചിക്കൻ ബോക്സിന്റെ ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ടും അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഹാജരാക്കിയത് ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഹാജരാക്കിയത് കൊണ്ടുമാണല്ലോ ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ജാമ്യം എക്സ്റ്റെൻഡ് ചെയ്യുന്ന പെറ്റീഷൻ ഫയൽ സ്വീകരിച്ചെന്ന് ഓർഡറിന് വെച്ചിരിക്കുന്നത്. സുഗതന്റെ അറസ്റ്റിൽ അസ്വാഭാവികത ഇല്ല എന്നും ഗുണ്ടകളുടെ പറുദീസയായി കേരളത്തെ മാറ്റില്ല എന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഗുണ്ടകളുടെ പറുദീസയായി കേരളത്തെ മാറ്റി ആ കാലം അവസാനിച്ചിരിക്കുന്നു. അതിന് കർട്ടൻ വീണിരിക്കുന്നു. ഈ ഗവൺമെന്റ് ഒരു ഗുണ്ടകളുടെയും പ്രവർത്തനത്തെ അനുവദിച്ചു കൊടുക്കില്ല. ജനങ്ങൾക്ക് വേണ്ടത് സ്വൈര ജീവിതമാണ്. ആ സ്വൈര ജീവിതം ഉറപ്പാക്കിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല, ഈ ഗവൺമെന്റിന്റെ ചുമതല. അതുകൊണ്ട് ഗുണ്ട എവിടെയുണ്ടെങ്കിലും ആ ഗുണ്ടാപ്പണി നിർത്തിക്കൊള്ളുക. നിയമപാലകർ അവരുടെ പിന്നിലുണ്ടാകും. ആകാശത്തെ വെടിവെച്ച് ഗുണ്ടയെ പിടിച്ചെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അതാണ് വേണ്ടത്. ജനങ്ങളുടെ ജീവിതം സ്വൈര്യമായി. നടി അൻസിബ നടി ലക്ഷ്മിപ്രിയയ്ക്കും വനിതാ SIക്കും എതിരെ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. തൃപ്പൂണിത്തുറ വനിതാ സെൽ SI രേഷ്മ അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നും വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തതെന്നും പോലീസ് പറയുന്നു. പരാതിയിൽ കേസെടുക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് തൃക്കാക്കര ACP കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. അതേസമയം കോടതിയെ സമീപിക്കുമെന്ന് അൻസിബ ഹസനും അധിക്ഷേപ ആരോപണങ്ങൾ ഉന്നയിച്ച അൻസിബയ്ക്കെതിരെ 10 കോടി രൂപ ആവശ്യപ്പെട്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്ന് ലക്ഷ്മിപ്രിയയും പ്രതികരിച്ചു. അൻസിബയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ വർഗീയ ശക്തികളാണെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. ഞാൻ എന്തായാലും കോടതി പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കാര്യം കൂടെ, ലക്ഷ്മിപ്രിയ കൊടുത്ത പരാതിയിലും കഴമ്പില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പോയിരിക്കുന്നത്. അപ്പൊ കഴമ്പില്ലാത്ത ഒരു പരാതിയുടെ പുറത്ത് എങ്ങനെയാണ് എന്നെ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വിളിച്ചു വരുത്തുകയും അവിടെ ഇത്രയും നേരം ഇരുത്തുകയും എന്നെ കൊണ്ട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ള ഒരു മാപ്പപേക്ഷ എഴുതി വാങ്ങിക്കുകയും ചെയ്യാൻ പറ്റുന്നത്? അത് എന്റെ മൗലിക അവകാശത്തെയല്ലേ ചോദ്യം ചെയ്യുന്നത്? എനിക്കില്ലാത്ത എന്ത് അവകാശമാണ് SI രേഷ്മയ്ക്കും ലക്ഷ്മിപ്രിയയ്ക്കും ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ജയേഷിനും ഉള്ളത്? അപ്പോ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു പരാതിയുടെ പുറത്ത് എന്നെ വനിതാ സെല്ലിൽ വിളിച്ചു വരുത്തുകയും അത്രയും മണിക്കൂർ എന്നെ അവിടെ ഇരുത്തുകയും ജയേഷും ലക്ഷ്മിപ്രിയയും SI രേഷ്മയും 3 പേരും കൂടെ എന്നെ ഇന്ററോഗേറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിനെതിരാണ്. എന്റെ മൗലിക അവകാശത്തെയാണ് അവിടെ ചോദ്യം ചെയ്തത്. അതെങ്ങനെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ACPയുടെ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് അത് കഴമ്പില്ലാത്ത പരാതിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കഴമ്പില്ലാത്ത പരാതിയാണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത ഒരാളാണോ SI രേഷ്മ? അൻസിബ വിചാരിച്ചാൽ തകർന്നു പോകുന്ന ഒരാളല്ല ലക്ഷ്മിപ്രിയ. പക്ഷേ അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു.
അതായത് ഞാൻ പരാതിയായിട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്, ഇതിൻ്റെ കാര്യം ഒന്ന് അന്വേഷിച്ച് പറയണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ കൊടുത്തത് ഒരു ഗൗരവമുള്ള പരാതിയാണെന്നും ഇത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് പരിഹരിക്കാവുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലേക്ക് പോയതും കംപ്ലൈൻറ്റ് കൊടുത്തതും. അല്ലാതെ എൻ്റെ പരാതി ഒരു കാര്യഗൗരവമുള്ള പരാതിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഒരു പരാതി എങ്ങനെയാണ് വ്യാജമാകുന്നത്? എങ്ങനെയാണ്? ഒന്നുകിൽ നമ്മൾ അവരെ പറ്റി അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യതയില്ലാത്തതും അവ്യക്തമായതുമാവണം, അല്ലേ? പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു. US-നെതിരെ തിരിച്ചടിച്ച ഇറാൻ ജോർദാനിലെ US താവളമായ അൽ അസ്കറിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. F-35 ഹാങ്ങറുകളും കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രവും ആക്രമിക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. എന്നാൽ US-ഓ ജോർദാനോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ബേറിനിലെ US 5ാം നാവികപ്പടയ്ക്ക് നേരെയും പശ്ചിമേഷ്യയിലെ മറ്റ് US കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാൻ്റെ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒമാൻ തീരത്ത് അമേരിക്കൻ സൈന്യത്തിൻ്റെ ഹെലികോപ്റ്റർ തകർന്നു വീണതിന് പിന്നാലെ US തെക്കൻ ഇറാൻ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അന്യായമായ പ്രകോപനത്തിന് ആനുപാതികമായ മറുപടി എന്നാണ് സൈനിക നീക്കത്തിന് പിന്നാലെ US സെൻട്രൽ കമാൻഡ് നൽകിയ വിശദീകരണം. സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. ഇന്ന് പവന് ഒറ്റയടിക്ക് 3160 രൂപയാണ് കുറഞ്ഞത്. 1,09,160 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില. ഗ്രാമിന് 395 രൂപ കുറഞ്ഞ് 13,645 രൂപയായി. പശ്ചിമേഷ്യൻ സംഘർഷവും അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് ഉയർത്തുമെന്ന റിപ്പോർട്ടുകളുമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും പാകിസ്ഥാന്റെ വ്യോമാക്രമണം. കുട്ടികൾ ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടതായി താലിബാൻ അറിയിച്ചു. 14 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. കോസ് കുനാർ പക്തിക പ്രവശ്യകളിലാണ് ബോംബാക്രമണം നടന്നതെന്ന് താലിബാൻ ഭരണകൂടത്തിൻ്റെ വക്താവ് സബീനുള്ള മുജാഹിദ് എക്സിലൂടെ അറിയിച്ചു. മരണപ്പെട്ടവരിൽ 11 പേർ കുട്ടികളാണ്. ഉറക്കത്തിനിടയിലാണ് ഇവർക്ക് നേരെ ആക്രമണമുണ്ടായത്. നടിയാക്രമിച്ച കേസിൻ്റെ അന്വേഷണത്തിനിടെ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നുവെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച പുനരന്വേഷണ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറി. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് പിന്മാറിയത്. ഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, മുൻ ജഡ്ജിയും ഇതുപോലെ പിന്മാറിയിരുന്നു. ഇപ്പോൾ കൗസർ എടപ്പകത്തും മാറിയിരിക്കുന്നു. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? ഇനി ഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കുമെന്ന് പറയുമ്പോൾ ഏത് ബെഞ്ചായിരിക്കും പരിഗണിക്കുക? ഇത് ഹൈക്കോടതിയിൽ നടക്കുന്ന സാങ്കേതികമായ ഒരു പ്രൊസീജിയർ, ഒരു നടപടിക്രമം മാത്രമാണ്. മുൻപ് അതായത് ഹൈക്കോടതിയിൽ ഒരു ബെഞ്ച് പരിഗണിക്കേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുമ്പോൾ തന്നെ ആ ജഡ്ജ് അവധിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ കേസിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അതേ ജൂറിസ്ഡിക്ഷൻ മറ്റൊരു ജഡ്ജിന് കൂടി കൊടുക്കാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഇന്നലെ കാരണം ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ പിന്മാറിയപ്പോൾ അടുത്ത പരിഗണനാർഹമായ ബെഞ്ച് എന്നുള്ള നിലയിൽ കൗസർ എടപ്പകത്ത് ജഡ്ജിന്റെ മുന്നിൽ ഈ കേസ് വന്ന് പോകണം. എന്നാൽ ഇദ്ദേഹത്തിന് ഈ കേസ് പരിഗണിക്കാൻ പറ്റാത്ത സാഹചര്യം എന്തെന്നാൽ ഇദ്ദേഹം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ആയിരുന്നപ്പോഴാണ് ഈ മെമ്മറി കാർഡിന്റെ ദൃശ്യങ്ങൾ ചോർന്നു വന്ന ആരോപണം ആദ്യം ഉണ്ടായത്. ഈ ആരോപണം നിലനിൽക്കുന്നതിൽ ഇതിനു മുൻപും ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. നടിയുടെ ഹർജി ഏത് ഹർജി വന്നാലും പരിഗണിക്കുന്നതെന്നും കൗസർ എടപ്പകത്ത് ഒരു വിവാദമോ അനാവശ്യ സംസാരമോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒഴിയാറുണ്ടായിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് കൗസർ എടപ്പകത്ത് ജഡ്ജിന്റെ ബെഞ്ചിൽ ഇത് പോസ്റ്റ് ചെയ്യുകയും അദ്ദേഹം ഇത് പരിഗണിക്കുന്നതിൽ നിന്ന് ഒഴിയുകയും ചെയ്തു. ഇനി രജിസ്ട്രി മറ്റേതെങ്കിലും ജഡ്ജിനെ ഈ കേസ് ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് രജിസ്ട്രിയിൽ നിന്നൊരു ഉത്തരവ് ഉണ്ടാവണം. രാജേഷ്. യെസ്, അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മോദി സർക്കാർ 12 വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ NDA നേതൃയോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. മുതിർന്ന നേതാക്കളും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന നേതാവെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ യോഗം അഭിനന്ദിക്കും. മുതിർന്ന നേതാക്കളും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞ് ഭാരത് മണ്ഡപത്തിലാണ് യോഗം.
NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. മോദി സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ വേളയിലാണ് യോഗം. ഭരണരീതികൾ, ജനക്ഷേമ പദ്ധതികൾ എന്നിവയുടെ പ്രവർത്തനം വിലയിരുത്തും. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ എല്ലാവരിലും എത്തിക്കുന്നതിനും പ്രാദേശിക തലത്തിൽ വിതരണം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. വികസന പരിപാടികളിൽ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും 2047 വികസിത ഭാരതം എന്ന അജണ്ടയിലൂന്നിയുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കും. രാജ്യത്ത് തെരഞ്ഞെടുപ്പിലൂടെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ യോഗം അഭിനന്ദിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് AICCയുടെ താക്കീത്. ഹൈദരാബാദിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന ഹൈഡ്ര എന്ന സർക്കാർ ഏജൻസിയുടെ പ്രവർത്തനം ഹിറ്റ്ലറുടെ പ്രവർത്തനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന രേവന്ത് റെഡ്ഡിയുടെ പ്രസ്താവനയാണ് വിവാദമായത്. പ്രസ്താവനയിൽ AICC അസംതൃപ്തി അറിയിച്ചു. ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കാത്തതും പാർട്ടിയുടെ ആശയങ്ങൾക്ക് എതിരുമായ ഈ പരാമർശം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വ്യക്തമാക്കി. തമിഴക രാഷ്ട്രീയം നിർണായക മാറ്റങ്ങളിലേക്ക് നീങ്ങുന്നു. BJP വിട്ട് K. അണ്ണാമലയെ പ്രഖ്യാപിച്ച വി ദ ലീഡേഴ്സ് എന്ന പ്രസ്ഥാനത്തിലേക്ക് രജനീകാന്തിൻ്റെ മരുമകൻ വിശാഖൻ K. ഉൾപ്പെടെയുള്ളവർ ചേരുന്നു. അണ്ണാമലയ്ക്ക് രജനീകാന്തിൻ്റെ പിന്തുണയുണ്ടെന്ന സൂചനകൾക്കിടയിലാണ് നടനും വ്യവസായിയുമായ വിശാഖൻ അണ്ണാമലയുടെ ജനകീയ കൂട്ടായ്മയിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചത്. DMK അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെ TVK സർക്കാരിന് AIADMK പുറത്തുനിന്ന് പിന്തുണ നൽകുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. AIADMK മുൻ മന്ത്രിമാർ TVKയിൽ ചേരാൻ ഒരുങ്ങുന്നതായും വിവരങ്ങളുണ്ട്. ജമ്മുകാശ്മീരിലെ സൈനിക ക്യാമ്പിൽ അബദ്ധത്തിലുണ്ടായ സ്ഫോടനത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. ബാരാമുള്ള ജില്ലയിലുള്ള ഉറി സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇന്നലെ വൈകുന്നേരമാണ് അപകടം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ സൈനികരെ ഉടൻ തന്നെ വ്യോമമാർഗം ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സംഭവത്തിൽ സൈന്യം അന്വേഷണം തുടങ്ങി. സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല. ദളിത് യുവതിയുടെ പീഡന പരാതിയിൽ റിമാൻഡിൽ കഴിയുന്ന പാലക്കാട് കോൺഗ്രസ് കൗൺസിലർ പ്രശോഭിൻ്റെ അവധി അപേക്ഷ തള്ളി പാലക്കാട് മുനിസിപ്പാലിറ്റി കൗൺസിൽ യോഗം. പീഡനക്കേസിൽ ജാമ്യം അനുവദിക്കും വരെ കൗൺസിലിൽ അവധി നൽകണമെന്നായിരുന്നു പ്രശോഭിൻ്റെ ആവശ്യം. അവധി അപേക്ഷയെ ചൊല്ലി യോഗത്തിൽ ബഹളമുണ്ടായി. പ്രശോഭിനെ പിന്തുണച്ച് കോൺഗ്രസ് രംഗത്തെത്തിയപ്പോൾ അവധി നൽകരുതെന്ന് വനിതാ കൗൺസിലർമാരും BJP LDF കൗൺസിലർമാരും ആവശ്യപ്പെട്ടു. പ്രശോഭിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് BJP കൗൺസിലർമാർ പോസ്റ്ററുകൾ ഉയർത്തിയും മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധിച്ചു. പ്രശസ്ത സംവിധായകൻ P. ഭാരതിരാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ചെന്നൈയിലായിരുന്നു അന്ത്യം. സൂപ്പർ ഹിറ്റ് സിനിമകളുടെ പരമ്പര ഒരുക്കിയ സംവിധായകനാണ് ഭാരതിരാജ. 30 വർഷം മുമ്പ് 16 വയതിനിലെ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്ത് എത്തിയത്. പതിറ്റാണ്ടുകൾ നീണ്ട സിനിമാ ജീവിതത്തിൽ തമിഴ് ചലച്ചിത്ര മേഖലയ്ക്ക് മറക്കാനാകാത്ത ഒട്ടേറെ ചിത്രങ്ങൾ സമ്മാനിച്ച പ്രതിഭയാണ് വിടവാങ്ങിയത്. ലോകകപ്പ് ഫുട്ബോളിന് നാളെ തുടക്കം. ആഗോള സംഗീത രംഗത്തെ വമ്പൻ താരങ്ങളെ അണിനിരത്തിയാണ് ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുക. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന ചടങ്ങ് ഗംഭീരമാക്കാൻ പോപ്പ് താരം ഷക്കീറ, ടൈല എന്നിവരടങ്ങുന്ന പ്രമുഖ ഗായകരാണ് അണിനിരക്കുന്നത്. പ്രത്യേക മൾട്ടി ട്രാക്ക് മ്യൂസിക് പ്രോജക്റ്റുകളും മെഗാ ആൽബവും ഫിഫ സജ്ജമാക്കിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന പ്രമേയങ്ങളിൽ 3 വ്യത്യസ്ത വേദികളിലായിട്ടാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി അരങ്ങേറുന്ന ലോകകപ്പിന്റെ 23ാം പതിപ്പിനാണ് തുടക്കമാകുന്നത്. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 1248 താരങ്ങൾ, 16 വേദികൾ, 104 മത്സരങ്ങൾ. മെക്സിക്കോ ഇത് 3ാം തവണയാണ് ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത്. അമേരിക്ക 2ാമതും. 1994 അമേരിക്ക അവസാനമായി ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത്. കാനഡ ഇതാദ്യമായിട്ടാണ് ടൂർണമെന്റിന്റെ ആതിഥേയത്വം വഹിക്കുന്നത്. ഇത്തവണ ലോകകപ്പിൽ 32 പകരം 48 ടീമുകൾ മാറ്റുരയ്ക്കും. 12 ഗ്രൂപ്പുകളിലെ ആദ്യ 2 സ്ഥാനക്കാരും ഏറ്റവും മികച്ച 8 മൂന്നാം സ്ഥാനക്കാരും നോക്കൌട്ട് റൗണ്ടിന്റെ തുടക്കമായ റൗണ്ട് ഓഫ് 32ൽ മത്സരിക്കും. പിന്നീട് 16 ടീമുകളുടെ പ്രീ ക്വാർട്ടർ, അതിനുശേഷം ക്വാർട്ടർ, സെമി എന്നിവ നടക്കും. ജൂലൈ 19 കലാശ പോരാട്ടം. ഉദ്ഘാടന മത്സരം മെക്സിക്കോ സിറ്റിയിലെ ബെനോട്ടോ സ്റ്റേഡിയത്തിലും ഫൈനൽ ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റോദർഫോർഡിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലും നടക്കും. ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ സഹ ആതിഥേയരായ മെക്സിക്കോ ബെനോർട്ടെ സ്റ്റേഡിയത്തിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഇന്ത്യൻ സമയം 12:30 മത്സരം.
സ്പോർട്സ് ഡെസ്ക് അമൃത ന്യൂസ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണും.